ദൈവമേ, ഇതെന്താണ് ഈ കിടന്ന് കാണുന്നത്? ഹലോ മച്ചാമാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കാലത്തെ തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് വെള്ളം കെട്ടയച്ച് കടലിലോട്ട് പോവേണ്ട. അപ്പോൾ സമയം ഏകദേശം ഒരു 6 മണി 6:30 ആയിട്ടുണ്ട്. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരെയാണ്. എല്ലാവരും വലയിലൊക്കെ കിടന്നുറങ്ങിയാണ്. മീൻ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ മീൻ നോക്കി പടിഞ്ഞാറോട്ട് വെള്ളം കയറിയുള്ള യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ തമിഴ്നാട്ടിലെ 2 വ്ളോഗർമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയും കൂട്ടിയാണ് ഇതേ വന്നേക്കണേണ്ട. ഇന്ത്യൻ ഓഷ്യൻ ഫിഷർമാനും പിന്നെ ആളുടെ ഒരു ക്യാമറാമാനും ഒക്കെ ആയിട്ട് നമ്മൾ 2 പേരെയും കൂട്ടിങ് വന്നേക്കാണ്. അപ്പം കഞ്ഞിയും കാര്യങ്ങളൊക്കെ നമ്മളിത് കലത്തിലിട്ട് വെന്തുകൊണ്ടിരിക്കുകയാണ്. ഗ്യാസ് കൊടുത്തിട്ടുണ്ട്, കത്തിക്കുക നല്ല രീതിയിൽ കത്തിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്രാങ്ക്. പഴയ സ്രാങ്ക് ലീവാണ്. അപ്പോൾ അതുകൊണ്ട് പുതിയ സ്രാങ്ക് കയറി റിങ്ങും കാര്യങ്ങളൊക്കെ നിരത്തി ഇങ്ങനെ വെച്ചേക്കാണ്. ഇനി നമ്മൾ മീനെ കാണുമ്പോൾ വല അടിക്കാൻ വേണ്ടി പോകണുള്ള കാഴ്ചകളാണ് ഇനി നിങ്ങൾ കാണാൻ പോണത്. പെട്ടെന്ന് മീനെ കണ്ട് ആര്യ കാണിച്ച് അങ്ങനെ ഉണ്ണിച്ചേട്ടൻ്റെ കടലിലോട്ട് വലയിട്ടെടുത്ത് ചാടിയിട്ട് വല കറങ്ങി വന്നൊരു കാഴ്ച കേട്ടോ. ഇനിയുള്ള കാഴ്ച നിങ്ങൾ കണ്ട് തന്നെ അറിഞ്ഞോട്ടാ. വീഡിയോ കാണുന്ന കൂട്ടരായെന്ന് നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്. അങ്ങനെ ഏകദേശം വല മീനെ മൊത്തത്തിൽ കറങ്ങി ഇങ്ങനെ വന്നൊരു കാഴ്ച കേട്ടാ. റൗണ്ടിൽ അടിച്ചടിച്ച് ഇങ്ങനെ മൊത്തം വട്ടം കറങ്ങി വരും. അതിനനുസരിച്ച് വല പോകണം. അപ്പോൾ ഈ വല പോണ സമയത്ത് നമ്മൾ ഈ വലയിൽ ആരും കയറിയൊന്നും നിൽക്കില്ല. കാരണം കയറി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വലയുടെ മേത്ത് ചുറ്റി നമ്മളും വെള്ളത്തിലോട്ട് പോകും. നമുക്ക് നീന്താൻ പോലും പറ്റൂല. അതുകൊണ്ട് ഈ വല അടിക്കുന്ന സമയത്ത് എല്ലാവരും പുറകിലോട്ട് മാറി നിൽക്കും. വല വിടുന്ന ആൾക്കാർ മാത്രം വലയുടെ സൈഡിൽ നിൽക്കോട്ടാ. ഈ വലയുടെ സൈഡിൽ നിൽക്കുന്നത് വല വേറെ ഉടക്കോ കാര്യങ്ങളൊന്നും സംഭവിക്കാണ്ടിരിക്കാനാണ്. അങ്ങനെ വല അടിച്ചതേ വെള്ളത്തിൽ കിടന്ന് എല്ലാവരും കൂടി കൈയിട്ടൊക്കെ അടിക്കണ സംഭവം എന്ന് വെച്ചാൽ മീനെ പുറത്തോട്ട് പോകാണ്ടിരിക്കാൻ വലക്കുള്ളിൽ തന്നെ നിൽക്കാൻ വേണ്ടി മീനെ പേടിപ്പിക്കുന്ന ഒരു കാഴ്ചയുണ്ട് ഇനി നിങ്ങൾ കാണുന്നത്. ഈ ഒരു ചാട്ടത്തിനെ പറയണത് ആളുപായൽ എന്ന് പറയും. ആളുപായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിലോട്ട് ഇങ്ങനെ എടുത്ത് ചാടി മീനെ പേടിപ്പിക്കാനുള്ള പരിപാടിയാണ്. മീൻ കമ്പ മൂടാത്തതുകൊണ്ട് മീൻ കമ്പക്ക് പുറത്തോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് വലക്കുള്ളിൽ തന്നെ നിൽക്കാൻ വേണ്ടി മീനെ പേടിപ്പിക്കണം. മീൻകുട്ടന്മാരാണെങ്കിൽ ചാളക്കുട്ടന്മാർ ചാടി ഓടി കളിക്കുന്ന ഒരു കാഴ്ച കണ്ട. എന്താ കാഴ്ച! ആള് കയറിയും ഇറങ്ങിയും ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ ഇപ്പം ഈ ഒരു സമയത്ത് നമ്മുടെ കടൽ വളരെ ശാന്തമായി കിടക്കുകയാണ്. അങ്ങനെ ആ ഒരു നേരത്തെ ഇവിടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ചോറ് ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വലയിൽ ചെറിയ കീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓരോ വല അടിക്കുമ്പോഴും ചെറിയ കീറലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റി നമ്മൾ വേഗം വല പിടിച്ച് കയറ്റുന്ന ഒരു കാഴ്ച കേട്ടോ. എല്ലാവരും കൂടി ഒരുമിച്ച് ഏലമൊക്കെ ഇട്ട് താളത്തിലും മീണത്തിലൊക്കെ ഒരുമിച്ച് ചേർന്നാണ് വല പിടിച്ച് കയറ്റണത്. അപ്പോൾ ഇനി ആ ഒരു കാഴ്ച നിങ്ങളോട്ട് കാണിച്ചു തരാം. യൂസുപാറ്
അങ്ങനെ ആദ്യത്തെ വല അടിച്ചതേ വല മൊത്തത്തിൽ ചുരുങ്ങി വരുമ്പോൾ ചാളക്കുട്ടന്മാര് ചാടി ഓടിക്കളിക്കണ ഒരു കാഴ്ച കണ്ടത്. എല്ലാവരും കൂടി വല വേഗം വേഗം പിടിക്കണം. വല ഇങ്ങനെ ചുരുങ്ങും തോറും മീൻ കിടന്ന് വലക്കുള്ളിൽ കിടന്ന് ചാടി ഓടുന്ന കാഴ്ച കേട്ടാ. മൊത്തം ചാളേണി കയറി വന്നേക്കണം. ചാളക്കുട്ടന്മാരുടെ പണിയാണ് നമ്മുടെ കടലിൽ നടക്കുന്നത്. ഓരോ സീസണിലും മീൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഒരു സീസൺ ആകുമ്പോൾ 2-3 മാസം അടുപ്പിച്ച് ചാള, അത് കഴിഞ്ഞ് അയില, ചെമ്മീൻ, അത് തിരിയാൻ, അങ്ങനെ അങ്ങനെ മാറി നെയ്മീൻ, മാച്ചാൻ, അങ്ങനെ അങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കട്ടെ. മഴത്തുള്ളി പെയ്യണ പോലെ ചാള കിടന്ന് പെയ്യണ ഒരു കാഴ്ച കണ്ട. ഇനി കിട്ടിയ മീനെ വീഞ്ച് ഉപയോഗിച്ചത് നേരെ കോരി നമ്മുടെ ചെറുവള്ളത്തിലോട്ട് ആക്കണ ഒരു കാഴ്ച കേട്ടാ. ചെറുവള്ളത്തിലാണ് ആദ്യം നമ്മൾ എപ്പോഴും മീൻ എടുക്കുകയുള്ളൂ. മാലി നേരെ വെള്ളത്തിലോട്ട് ഇറക്കിയിട്ട് നേരെ കള്ളികളിലോട്ട് മീൻ അങ്ങാട് മാറ്റണ ഒരു കാഴ്ചയാണ്. ഓരോ കള്ളി നിറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കള്ളിയിലോട്ട് പിടിക്കും. ഏകദേശം ഒരു 5 കള്ളി 6 കള്ളി മീൻ വരെ ഈ ചെറുവള്ളത്തിലെടുക്കും. അതിനുശേഷം മാത്രമാണ് നമ്മൾ വലിയ വെള്ളത്തിലോട്ട് മീൻ എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഈ മാലി വെച്ചാണ് ഈ എടുക്കണത്. ഈ എടുക്കണ സാധനത്തിനെ പറയുന്ന പേരാണ് മാലി എന്നട്ടാ. മാലിക്ക് കോരിയാണ് മീൻ എടുക്കണത് കേട്ടാ. മീൻ കോരണേൻ്റെ ഇടയ്ക്ക് ഒരു കടൽപ്പാമ്പിനെ കിട്ടി. അത് പെട്ടെന്ന് തന്നെ എടുത്ത് നമ്മൾ കളഞ്ഞിട്ടെ. കാരണം കടൽപ്പാമ്പ് ഇത്തിരി വിഷം കൂടിയതായതുകൊണ്ടും നമ്മൾ അടുത്തൊന്നും ഹോസ്പിറ്റലിൽ, അതുകൊണ്ട് അതുമ്മേ വെച്ചിട്ട് കളിക്കാൻ നിൽക്കില്ല. വേഗം തന്നെ അതിനെ ദൂരോട്ട് വലിച്ചെറിഞ്ഞ് വീണ്ടും നമ്മൾ പണി ആരംഭിച്ച് ഏകദേശം 1, 2, 3, 4 കള്ളി കഴിഞ്ഞിട്ട് 4 കള്ളിയോളം മീൻ നമ്മൾ ഇപ്പോൾ എടുത്തിപ്പോൾ 4ാമത്തെ കള്ളിയിലോട്ടാണ് നമ്മളിപ്പോൾ ഈ ചാള നിറച്ചുകൊണ്ടിരിക്കുന്നത്. 4 സോറി 5ാമത്തെ കള്ളിയായിട്ടാ. 5 കള്ളിയിലോളം നമ്മളിപ്പോൾ മീനെടുത്ത്, പിന്നെ കടൽ ഇത്തിരി ആയപ്പും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടുള്ളൂ, വലിയ രീതിയിലില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പണിയും കാര്യങ്ങളൊക്കെ വേഗത്തിൽ തന്നെ തീർക്കാൻ പറ്റും. കടലിൽ നല്ല ആയപ്പൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കടൽ കൂടുതലുണ്ടെങ്കിൽ, ഈ ആയപ്പ് എന്ന് പറയുന്നത് കടൽ കൂടുതലാണ് പറയണത്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് വേഗം പണി തീർക്കാൻ പറ്റില്ല, കുറച്ച് പാടായിരിക്കും. ഇപ്പം കടൽ കുറവായതുകൊണ്ട് തന്നെ വേഗത്തിൽ നമുക്കിങ്ങനെ മാലി വെച്ച് കോരി വേഗം പണി തീർക്കാൻ പറ്റൂട്ടാ. അങ്ങനെ ഏകദേശം 5 കള്ളി മീനെടുത്ത് പിന്നെ അവസാനം തന്നെ മീനെ കുറച്ചുണ്ട്. അത് മൊത്തത്തിൽ ഇങ്ങനെ നേരെ മറിച്ച് നമ്മുടെ ചെറുവള്ളത്തിലോട്ട് ഇടുന്ന ഒരു കാഴ്ച കേട്ടാ. കാരണം 5 കള്ളി മീൻ കിട്ടിയുള്ളൂ. 6 കള്ളിയും കൂടി കിട്ടിയെങ്കിൽ നമ്മൾ 6 കള്ളി മീൻ ചെറുവള്ളത്തിൽ തന്നെ എടുത്താനേ. അങ്ങനെ അവസാനത്തെ കലാശക്കൊട്ടാണ്. ഇതുകൊണ്ട് കഴിയണില്ല, നമ്മൾ ഇനിയും ഒരു വലയും കൂടി അടിക്കോട്ടാ. അപ്പോൾ ആ വലയിൽ കിട്ടുന്ന മീനും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളിലോട്ട് കാണിച്ചു തരാം. അങ്ങനെ 5 കള്ളി മീനെടുത്ത് പിന്നെ അവസാനത്തെ ആ മീനും കൂടി അങ്ങോട്ട് കൊട്ടിയിട്ട് നമ്മുടെ ആദ്യത്തെ പണി കഴിഞ്ഞ് ഇനി നമ്മൾ 2ാമത്തെ പണി എന്ന് പറഞ്ഞാൽ 2ാമത് മീൻ കണ്ടു കഴിഞ്ഞാൽ വീണ്ടും വല അടിക്കും. അങ്ങനെ ആദ്യം കിട്ടിയ മീൻ എന്ന് പറഞ്ഞാൽ 5 കള്ളി ചാളയാണ് നമുക്ക് കിട്ടിയത്. അതും ഇടത്തരം ചാള, ചെറുതുമല്ല എന്നാൽ വലിയ ചാളയുമല്ല, ഏകദേശം ചെറിയ ചാള, ഇടച്ചാളയെന്ന് പറയാം. കണ്ട ഈ ഒരു ചാളയാണ്, ഈ ഒരു വലിപ്പത്തിലുള്ള മീനാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. ബാക്കി ഇനി നേരെ വലയും കാര്യങ്ങളൊക്കെ തട്ടിക്കയറ്റി നമ്മൾ 2ാമത്തെ വല അടിക്കാനുള്ള പരിപാടി നോക്കോട്ടാ. അങ്ങനെ ചെറുവള്ളത്തിൽ മീനെല്ലാം നിറച്ച് ആ വള്ളം ഇനി നേരെ കരയിലോട്ട് പോകട്ടെ. ലേലം വിളിക്കാൻ വേണ്ടി മീനും കൊണ്ടുപോകും. അങ്ങനെ ചേട്ടന്മാരെല്ലാന്നേ ചെറുവള്ളത്തിൽ നിന്ന് ചാടി ഇനി വലിയ വെള്ളത്തിലോട്ട് കയറണി. വലിയ വെള്ളത്തിൽ ഇനി പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, വലയൊക്കെ തട്ടി കയറ്റണം. അപ്പോൾ എല്ലാവരും കയറണത് വഴി എന്ന് പറയുന്നത് ഈ ഒരു കമ്പി വഴിയാണ് പുറകെ കൂടി എപ്പോഴും കയറണം കേട്ടോ. വെള്ളത്തിൽ എപ്പോഴും ഈ വള്ളത്തിലെ പണി എന്ന് പറഞ്ഞാൽ വെള്ളത്തിലെ പണിയാണ്. കാരണം എപ്പോഴും കടലിൽ തന്നെ ഇരിക്കണം. 2, 3, 4 പേരൊക്കെ കടലിൽ തന്നെ ചാടണം. ബോട്ടിൽ അങ്ങനെ അത്രയും നമ്മൾ കടലിൽ എപ്പോഴും ഇറങ്ങേണ്ടി വരില്ല. പിന്നെ ഇനി വല തട്ടിക്കയറ്റാണ്. എല്ലാവരും കൂടി അടിച്ച വല വീണ്ടും നമ്മൾ അതേ
പൊസിഷനിൽ കയറ്റി വെക്കും. എങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്നൊരു മീനെ കണ്ടാൽ ഇനി വല അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഇതാക്കണം. അങ്ങനെ രണ്ടാമത്തെ വല അടിക്കാൻ വേണ്ടി ശ്രാങ്കത് പയ്യെ ബോട്ടും പോട്ടെ നമ്മുടെ വള്ളം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരിവ് കിട്ടിയിട്ടുണ്ട്. അവിടെ മീനുണ്ടെന്ന് പറയും. തിരിവ് എന്ന് പറഞ്ഞാൽ ഈ മീനിൻ്റെ ഇതാണ് പറയണത്. മീനിൻ്റെ എന്താ പറയുക സാന്നിധ്യം എന്ന് പറയും. ഈ നമ്മൾ അവിടെ ഇവിടെയൊക്കെ മീനെ കണ്ടു കഴിഞ്ഞാൽ ഓരോരുത്തർ പറയും. അങ്ങനെ ഈ ഒരു സമയം എല്ലാവരും വിശന്നൊക്കെ ഇരിക്കുന്ന സമയത്ത് ശരിക്കും പണ്ട് കാലങ്ങളിൽ ഇപ്പോഴും പച്ചമുളകും അതുപോലെ സവാളയൊക്കെ അരിഞ്ഞ് ചോറ് കഴിക്കും. കറി റെഡി ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല നാടൻ പച്ചമുളകും പിന്നെ സവാളയും കൂടി കൂട്ടി ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ സവാള നല്ല രീതിയിൽ അരിയുന്നുണ്ട്. ഇവിടെ സവാള അരിയണത് കറിക്ക് വേണ്ടിയാണ്. അപ്പം മീൻ കറിയാണെന്ന് പലരും വിചാരിക്കും. പക്ഷേ മീൻ കറി അല്ല കേട്ടോ. നമുക്ക് ആദ്യത്തെ വല അടിക്കുമ്പോൾ മീൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ പയറോ പരിപ്പോ കടലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകും. അപ്പോൾ ഇന്നത്തെ കറി എന്ന് പറഞ്ഞാൽ പയർ കറിയാണ്. പയർ കറി റെഡിയാക്കാൻ വേണ്ടി ഇവിടെ ഇഞ്ചിയും സവാളയൊക്കെ നല്ലതുപോലെ അരിഞ്ഞെടുക്കുന്ന ഒരു കാഴ്ച കേട്ടോ. വീട്ടിലെ പോലെയൊക്കെ തന്നെ ബോട്ടിലായാലും കട്ടിംഗ് ബോർഡും വള്ളത്തിലൊക്കെ ആയാലും കട്ടിംഗ് ബോർഡും കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ പച്ചമുളകും കാര്യങ്ങളൊക്കെ അരിഞ്ഞിനി നമ്മൾ കറി വെക്കാനുള്ള പരിപാടി തുടങ്ങാൻ പോകണം. അപ്പോൾ അടുക്കളയുടെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കളയുടെ സൈഡിലാണ്. ഞാൻ പലപ്പോഴും നിങ്ങൾക്ക് വീഡിയോയിലൊക്കെ അടുക്കള ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതാണ്. അപ്പോൾ സവാളയും അതുപോലെ തന്നെ ഇഞ്ചിയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞ് പച്ചമുളകും കൂടി അരിഞ്ഞ്. അപ്പോൾ ഇവിടെ കണ്ണൻ ചേട്ടനാണ് കറിയൊക്കെ വെക്കണം കേട്ടോ വള്ളത്തിൽ. അപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ കാര്യങ്ങളൊക്കെ ഒഴിച്ച് പച്ചമുളക് കാര്യങ്ങളൊക്കെ ഇട്ട് ചുവന്ന മുളകൊക്കെ ഇട്ട് ഇവിടെ പരിപാടി തുടങ്ങി കേട്ടോ. പയർ കറി റെഡിയാക്കിയാണ്. അപ്പോൾ പയർ നേരത്തെ കുക്കറിലൊക്കെ അടിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അങ്ങോട്ട് റെഡിയാക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ കണ്ണൻ ചേട്ടനെ കാണാത്ത കൂട്ടർക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കണ്ണൻ ചേട്ടൻ, തൊപ്പിയൊക്കെ വെച്ച് നിൽക്കുന്ന ആൾ. പല കൂട്ടുകാർക്കും ഒരു സംശയം ഉണ്ടാവും, എന്താണ് മച്ചാനെ ഈ രണ്ട് റിങ് ഇങ്ങനെ വട്ടം വെച്ചേക്കണേന്ന് പലർക്കും സംശയം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇരുന്ന് വെച്ച് കഴിഞ്ഞാൽ കടലുള്ള സമയത്ത് നമുക്ക് ഇതുപോലെയൊക്കെ ഇന്ന് കറിയൊന്നും വെക്കാൻ പറ്റൂല. പാത്രം അങ്ങാടും ഇങ്ങാടൊക്കെ വേണമെങ്കിൽ തെറിച്ചൊക്കെ വീഴും. കലമാണെങ്കിലും തെറിച്ചൊക്കെ വീഴും. അപ്പോൾ തെറിച്ചൊക്കെ വീണാൽ തന്നെ വീഴാറുണ്ട് പലപ്പോഴും. നമുക്കൊന്നും സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ റിങ് വട്ടം വെച്ചേക്കണം. ഇതാവുമ്പോൾ ഈ റിങ്ങിൽ തട്ടി നിന്നോളും, പുറത്തോട്ടൊന്നും തെറിച്ച് വീഴില്ല. ഈ പ്രത്യേകിച്ച് ഈ കഞ്ഞിയൊക്കെ വെക്കണ കാലമാകുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആണ് ഈ റിങ് വെച്ചേക്കണം. പലർക്കും സംശയം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇത് കാര്യങ്ങൾ പറഞ്ഞു തന്നത്. അങ്ങനെ ഏകദേശം വയറ്റിയൊക്കെ എടുക്കണമെങ്കിൽ തക്കാളിക്കുട്ടന്മാരെയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ തക്കാളിക്കുട്ടന്മാരും അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് കറി അങ്ങോട്ട് ഉഷാറാക്കി എടുക്കേണ്ട. എപ്പോഴും നമുക്ക് കടലിൽ മീൻ കിട്ടിയെന്നൊക്കെ വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇപ്പം ഈ ഒരു സമയത്തൊക്കെ നമ്മൾ പയറും കടലയും പരിപ്പൊക്കെ കാണാറുണ്ട്. ആദ്യത്തെ കറി എന്ന് പറഞ്ഞാൽ ഈ ഒരു കറിയാണ്, പയർ കറി അല്ലെങ്കിൽ പരിപ്പ് കറിയൊക്കെ നമ്മൾ വെക്കും. അത് കഴിഞ്ഞ് രണ്ടാമത്തെ കറി എന്തായാലും നമുക്ക് മീൻ കിട്ടും. മീൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് കിട്ടിയ വള്ളക്കാരോട് വാങ്ങിയിട്ട് നമ്മൾ അവരുടേത് വാങ്ങിയിട്ട് മീൻ കറിയൊക്കെ വെക്കോട്ടാ. പരസ്പരം കടലിൽ സഹകരണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നല്ലതുപോലെ ഇപ്പോൾ കറി വയറ്റിയെടുക്കുന്ന ഒരു കാഴ്ചയാണ്. കണ്ണൻ ചേട്ടൻ കറി വെക്കുമ്പോൾ വെച്ചാൽ ഭയങ്കര ക്ഷമയിലൊക്കെ വെക്കുള്ളൂ. ശരിക്കും വാടി കഴിഞ്ഞ ശേഷം മാത്രം നമ്മൾ പയർ അങ്ങോട്ട് ചേർത്ത് കൊടുക്കോട്ടാ. അതിന് പിന്നെ പയർ ചേർക്കണേക്കാൾ മുന്നേ പൊടിക്കൂട്ടുകളുണ്ട്. മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടിയൊക്കെ ചേർക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ പൊടിക്കൂട്ടും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കണം. മുളകൊക്കെ ഇത്തിരി കൂടുതൽ കയറ്റിവിടും. കാരണം എല്ലാവർക്കും എരിവ് ഇഷ്ടമുള്ളതാണ് വള്ളത്തിലുള്ളവർ. നേരത്തെ പച്ചമുളകൊക്കെ അടിച്ച് കഴിച്ചില്ലേ. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാലോ എല്ലാവർക്കും അത്യാവശ്യം എരിവ് വേണം. എനിക്കായാലും കറികൾക്ക് നല്ല എരിവ് വേണം കേട്ടോ. മുളക് പൊടിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കും. നമ്മൾ കഞ്ഞിവെള്ളമാണ് എപ്പോഴും ഒഴിക്കണം കേട്ടോ. പച്ചവെള്ളമൊന്നും ഒഴിക്കാറില്ല. മീൻ കറി വെച്ചാലും എന്ത് കറി വെച്ചാലും വെള്ളം ഇട്ട് ചേർക്കണത് എപ്പോഴും കഞ്ഞിവെള്ളം എപ്പോഴും കൂടുതലുണ്ടാവും. നമ്മൾ വള്ളത്തിൽ ഏകദേശം 10, 40, 50 ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഞ്ഞിവെള്ളമൊക്കെ കൂടുതൽ വെക്കും. അപ്പോൾ ആ കഞ്ഞിയുടെ വെള്ളമാണ് നമ്മളെപ്പോഴും കറിക്ക് വേണ്ടി ചേർത്ത് കൊടുക്കണം കേട്ടോ. കറി ഏകദേശം റെഡി ആവുന്നത് കുക്കറിൽ അടിച്ച് വെച്ചാൽ പയറങ്ങാട് ചേർത്ത് കൊടുക്കണം. ഫുള്ള് പയറങ്ങാട് കൊട്ടിയിട്ടിട്ടുണ്ട്. നേരത്തെ കാലത്ത് തന്നെ കുക്കറിൽ പയറടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് അങ്ങോട്ട് മിക്സാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും കാലത്തെ ചായക്ക് ചോറും പയറും കൂടി അങ്ങോട്ട് കൊടുത്തു വിടാട്ടാ.
അപ്പോൾ നല്ലതുപോലെ ഒരു പ്രത്യേക മണമൊക്കെ ഇങ്ങനെ മൂക്കിലോട്ട് അടിച്ച് കയറി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയും മിനിറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ട കൂട്ടുകാരെ കൊണ്ട് കമൻറ്റ് ചെയ്ത് പറയണം. പിന്നെ വീഡിയോ കാണുന്ന കൂട്ടുകാർ എന്തായാലും വീഡിയോയുടെ അവസാനം വരെ കാണാം. ഇനിയും നമ്മൾ വല അടിക്കുന്നുണ്ട്. വല അടിക്കുമ്പോൾ നമുക്ക് വേറെ ഒരു വെറൈറ്റി ഒരു പാമ്പിൻ്റെയൊക്കെ നമ്മുടെ വലയിലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കാഴ്ചയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ എല്ലാവരും ഇതേ ചൂടൻ ചോറും പയറേറി കേട്ടോ. അപ്പം ഞാനും ഒരു പ്ലേറ്റും കൂടി ചെന്ന് എനിക്കും ഇതേ അത്യാവശ്യം പയറേറിയും കാര്യങ്ങളൊക്കെ തന്ന്. പിന്നെ ബോട്ട് നമ്മുടെ വെള്ളം ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നല്ല ചൂടാണ്, കൈ പൊള്ളണ ചൂടാണ്. എന്നാൽ ആ ചൂടത്ത് ഇങ്ങനെ നല്ല കാറ്റുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ ഊതിയൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ചോറ് കുഴച്ച് കഴിക്കാം കേട്ടോ. പയറേറിയാണെങ്കിലും ഭയങ്കര ടേസ്റ്റാണ്. എടുത്ത് പറയുകയാണെങ്കിൽ ആ മുളകൊക്കെ ഒന്ന് ചപ്പിയിട്ട് ആ ഇച്ചിരി പയർ അങ്ങോട്ട് ചോറിലായിട്ട് കുഴച്ചിട്ട് നേരെ അങ്ങോട്ട് കഴിക്കണം. നല്ല ചൂടാണ്, പക്ഷെ നല്ല കാറ്റുണ്ട് കടലിൽ. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. വേഗം തന്നെ ചോറിൻ്റെ ആയാലും കറിയുടെ ആയാലും ചൂടിങ്ങനെ വേഗം തണുത്ത് കിട്ടും. അപ്പോൾ വാരി അങ്ങോട്ട് കഴിക്കുകയാണ്. സംഭവം പയറേറി കണ്ണൻ ചേട്ടൻ വെച്ചത് അടിപൊളി ടേസ്റ്റൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മളിനി ഇതേ രണ്ടാമത്തെ വല അടിക്കാൻ വേണ്ടി യാത്ര ആരംഭിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും റെസ്റ്റിലാണ്. കുറച്ച് പേര് ചോറ് കഴിക്കുന്നുണ്ട്, കുറച്ച് പേര് ഇതേ ഫോണിലൊക്കെ കളിച്ചിട്ട് റേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് പേര് ഇതേ വെറുതെ ഇവിടെ ഇരിക്കാൻ കേട്ടോ. പറഞ്ഞുകൊണ്ടിരിക്കല്ലേ പെട്ടെന്നാണ് മീൻ കണ്ടത്. കടലിലെ പണി എന്നൊക്കെ പറഞ്ഞാൽ ഷടേ പടയെന്നാണ്. എല്ലാവരും മൂടി ഞാനൊക്കെ കിടന്ന് ഉറങ്ങിയിരുന്നു. ഉറക്കത്തിൽ നിന്ന് ചാടി എണീറ്റ് വേഗം തന്നെ വന്ന് വലടി തുടങ്ങിയേട്ടാ. വല ഇവിടെ കറക്കി ഇങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പം നമ്മുടെ രണ്ടാമത്തെ വലയാണ് ഈ കാണിക്കണം കേട്ടോ നിങ്ങളിലോട്ട്. ഇത് ലാസ്റ്റ് വലയാണ്. അപ്പോൾ ഈ വലയിൽ കിട്ടുന്ന മീൻ എന്തൊക്കെയാ വെച്ചാൽ നിങ്ങൾ കണ്ടോ. ഇതും ഈ ഒരു വല അടിച്ചേക്കണം നിങ്ങൾക്ക് കര കാണാൻ പറ്റും. കണ്ട അത്രയും അടുത്ത് കരയോട് ചേർന്നാണ് നമ്മുടെ രണ്ടാമത്തെ വല നമ്മൾ അടിച്ചേക്കണം കേട്ടോ. അതായത് ഇവിടെ സൈഡിൽ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കര കാണാൻ പറ്റും. ഒരു പച്ച കളറിൽ കാണുന്നത് കരയാണ്. ഇവിടെ ഏകദേശം കുറേ വള്ളങ്ങൾ വല അടിച്ചിട്ടുണ്ട്. അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് വള്ളങ്ങൾ നന്നായിട്ട് വല അടിച്ചിട്ടുണ്ട്. കരയിലോട്ട് ചാള വന്ന് ഈ ചാള ചില സമയത്ത് കരയിലോട്ട് കയറി വരുമ്പോൾ പലരും ചാകര വന്നതൊക്കെ പറയാറുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ചാളക്ക് ഒരു ലക്ഷ്യബോധം ഇല്ലാണ്ട് ഓടുന്ന ഒരു മീനാണ് ഈ ചാളയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മത്തി. അപ്പോൾ ഈ വള്ളം ഇങ്ങനെ കരയിലൊക്കെ മീൻ കണ്ടു കഴിഞ്ഞ് കരയുടെ അടുത്തോട്ടൊക്കെ ഒന്ന് വല അടിക്കുമ്പോൾ എന്ന് വെച്ചാൽ മീൻ പേടിച്ച് ഓടിയാണ് കരയിലോട്ടൊക്കെ കയറണേട്ടാ. ഇത് നോക്കിയപ്പോൾ മൊത്തം കിടന്ന് മീൻ പെയ്യണ ഒരു കാഴ്ച കണ്ട. നിറച്ച് മീനാണ്ട. നിറച്ച് മീൻ എന്ന് വെച്ചാൽ നേരത്തെ വല അടിച്ചേക്കാളും കൂടുതൽ മീൻ നമ്മുടെ വലയിൽ കിടന്ന് പെയ്യണ ഒരു കാഴ്ചയാണ്. അങ്ങനെ കുറേ പ്രതീക്ഷ വെച്ചാണ് നമ്മൾ രണ്ടാമത്തെ വല അടിച്ചത്. വലയിലാണെങ്കിൽ മീൻ അത്യാവശ്യം ഉണ്ടെന്ന് കരുതി നമ്മൾ വീഞ്ചും കാര്യങ്ങളൊക്കെ കയറി വരണം. ഈ വീഞ്ചിലെ റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് അകത്തുള്ള മീനൊന്നും പുറത്തോട്ട് പോകില്ല കേട്ടോ, കമ്പക്ക് പോകില്ല. അങ്ങനെ വീഞ്ചെല്ലാം പിടിച്ച് കയറ്റിയെടുക്കുന്ന ഒരു കാഴ്ചയാണ്. ഇനിയിപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വലയും കാര്യങ്ങളൊക്കെ പിടിച്ച് കയറ്റോട്ടാ. അങ്ങനെ വല പിടിച്ച് കയറുന്ന സമയത്താണ് ഒരു പ്രത്യേകത ഒരു പാമ്പ് നമ്മുടെ വലയിൽ കുടുങ്ങി കിട്ടിയേക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു പാമ്പ് പാമ്പിൻ്റെ കുഞ്ഞാണെന്ന് കൃത്യമായിട്ടൊക്കെ അറിയില്ല. ആദ്യമാണ് ഇങ്ങനത്തെ ഒരു പാമ്പിനെ എല്ലാവരും കാണുന്നത്. അതുകൊണ്ട് തന്നെ വിഷം കൂടുതലായിരിക്കും എന്ന് കരുതി ആരും അങ്ങനെ അടുത്തോട്ട് ചെല്ലണില്ല. മാറി നിന്നിട്ട് വയ്യ വലയിൽ നിന്ന് പിടിക്കാൻ നോക്കിയിട്ടാണെങ്കിൽ പാമ്പാണെങ്കിൽ വിട്ട് പോരില്ല. എന്നാലും അതിന് ചെറിയ ജീവനൊക്കെ ഉണ്ട്, ചത്തട്ടില്ല കേട്ടോ പാമ്പ്. അങ്ങനെ വലയിലാണ് മൊത്തമായിട്ട് ഈ പാമ്പ് ചുറ്റിക്കിടക്കുകയാണ്. നമുക്കാണെങ്കിൽ ഇതിനെ എന്ത് ചെയ്യണമെന്നൊരു പിടുത്തമില്ല. വല കണ്ടിച്ച് കളയാന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. കുറച്ച് ഭാഗം കൂടെ കണ്ടിച്ച് മാറ്റിയാൽ മതിയില്ല. അപ്പോൾ ആണ് മെയിനായിട്ട് നമ്മുടെ ഒരു ചേട്ടൻ ഇങ്ങോട്ട് വന്ന് നേരെ ആ പാമ്പിൻ്റെ തലക്ക് അങ്ങാടി കയറി പിടിക്കോട്ടാ. ആൾ വന്നിട്ട് പറഞ്ഞ് ഇങ്ങോട്ട് മാറി ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കി വലയില പാമ്പിനെ വിടർത്തി കളയാൻ വേണ്ടി നോക്കിയാണ്. അപ്പോൾ പാമ്പാണെങ്കിൽ ചെറിയ ജീവനുണ്ട്, വലയിലാണെങ്കിൽ മൊത്തമായിട്ട് കുരുങ്ങി കിടക്കുകയാണ്. അങ്ങനെ ആൾ വന്ന് നേരെ പാമ്പിനെ തലയിൽ പിടിച്ച് അങ്ങനെ എടുത്തപ്പോൾ പാമ്പിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ പാമ്പിനെ ഞങ്ങൾ വെള്ളത്തിലോട്ട് കളഞ്ഞിട്ടാ. ഒരു കുഞ്ഞി പാമ്പായിരുന്നു. അങ്ങനെ വെള്ളത്തിൽ കളഞ്ഞ് വീണ്ടും നമ്മുടെ പഴയ പണി വീണ്ടും തുടങ്ങി. വല എല്ലാവരും കൂടി ഒരുമിച്ച് പിടിച്ച് ഏലോ മീനോ ഒക്കെ ഇട്ട് പിടിച്ച് കയറ്റണം. ഇനി ഈ വല കയറി വരുമ്പോൾ അറിയാം എന്തൊക്കെ മീനാണ് ഈ വലയിലുള്ളതെന്നൊക്കെ കേട്ടാ. അപ്പോൾ വീഡിയോയുടെ നമ്മുടെ കടൽക്കൊമ്പൻ്റെ യൂട്യൂബ് ചാനലൊക്കെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. ഇനി വ്യത്യസ്തമായിട്ടുള്ള മീൻ പിടുത്തവും കാര്യങ്ങളൊക്കെ വരും. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് നമ്മളിതേ കടലിലോട്ട് ഡീപ് സീ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഒരു കിടിലം മീൻ പിടുത്തവും ബോട്ട് ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നോട്ട് കൊണ്ടുതരും. അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ അലോ ചെയ്യാനും മറക്കരുത്. അങ്ങനെ വീണ്ടും നമ്മളിതേ വല കൊട്ടി പിടിക്കണം. അങ്ങനെ ഈ ഒരു സമയം നമ്മുടെ കരയെ കൊണ്ട് മീൻ കൊടുത്ത ചെറുവെള്ളവും എത്തി. അങ്ങനെ വീണ്ടും മീൻ നേരത്തേക്കാളും കൂടുതൽ മീനൊക്കെ കാണണം കേട്ടോ. അപ്പോൾ വേഗം പിടിച്ചെടുക്കണ ഒരു കാഴ്ചയാണ്. ഇനി ഉള്ള കാഴ്ച നിങ്ങൾ കണ്ടോട്ടാ.
വെക്ക് 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 നോക്കണോട്ടാ പോയാൽ നേരത്തെ മീൻ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണ് നമുക്ക് കിട്ടിയേക്കണത്. പക്ഷേ മീൻ ആദ്യത്തെ വല അടിച്ചപ്പോൾ കണ്ട മീനേക്കാളും കൂടുതലും മീനൊക്കെ നമ്മുടെ വലയിൽ ഉണ്ടായിരുന്നു. പക്ഷേ മീൻ വലയിൽ കമ്പൊക്കെ അടി കൂടിയൊക്കെ ഇട്ട് വലക്ക് മുകളിലെ കൂടിയൊക്കെ ആയിട്ട് മീൻ കുറേ പോയിട്ടുണ്ട്. കാരണം കണ്ട മീൻ്റെ അത്രയും നമുക്ക് മീൻ കിട്ടിയിട്ടില്ല. അതേ ഇപ്പോൾ 2 കളി നിറക്കണുള്ളൂ കേട്ടോ. നേരത്തെ കിട്ടിയേക്കാളും മീനിൻ്റെ കുറവാണ് ഇപ്പോൾ ഈ ഒരു വലയിൽ നമുക്ക് കാണണം കേട്ടോ. ഉള്ള മീൻ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയിൽ നമ്മളത് കോരി എടുക്കുന്ന ഒരു കാഴ്ചയാണ്. എന്നാലും നമുക്ക് നോക്കാം ഇത് എത്ര കള്ളി കിട്ടുമെന്ന്. ഇപ്പോൾ ഏകദേശം 2 കള്ളിയിലോട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന മീൻ കുറഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാട്ടെ എന്നാലും. അങ്ങനെ ഏകദേശം നമുക്ക് 3 കള്ളി ചാളയാണ് മൊത്തം കിട്ടിയേക്കണേ കേട്ടാ. ഒരു സംശയം പറഞ്ഞിട്ട് ധൈര്യമായിട്ട് വെച്ചോതാ, ധൈര്യമായിട്ട് വെച്ചോ. ഒരാളെ ഒരു സംശയമുള്ളൂ.
കളി തന്നെ എത്ര അവസാന കലാശക്കോട്ടിലോട്ട് എത്തി. അങ്ങനെ ആ ചാളയെ മറിച്ചക്കാട് ഇട്ട് അങ്ങനെ 3 കളി ചാള നമുക്ക് രണ്ടാമത്തെ വല അടിച്ചപ്പോൾ കിട്ടിയത്. ഇനി ഈ ചാളയും കൊണ്ടൊക്കെ നേരെ വെള്ളം കരയിലോട്ട്. അപ്പോൾ ഈ കിട്ടിയ മീൻകുട്ടന്മാരെ നമ്മൾ നല്ല നോക്കിയൊക്കെ എടുത്ത് നമ്മൾ കറി വെക്കാൻ വേണ്ടി പോവേണ്ട. ഒരു അടിപൊളി ചാളക്കറി പാസ്സാക്കി വിടണ്ടേ. നേരത്തെ നമ്മൾ പയറേറിയും കൂട്ടിയല്ലേ ചോറ് കഴിച്ചത്. അത് ആദ്യത്തെ കാലത്തെ പരിപാടിയാണ്. ഇനി ഉച്ചക്കാലത്തെ പരിപാടിയിൽ നമുക്ക് മീൻ കറിയാണ് വന്നത്. അപ്പോൾ ചാള കിട്ടിയ ചാള എടുക്കുമ്പോൾ അല്ലെങ്കിൽ കയ്യിൽ അത് ഏത് മീൻ കിട്ടണം അതനുസരിച്ചാണ് നമ്മൾ കറിയും കാര്യങ്ങളൊക്കെ വെക്കണത്. അങ്ങനെ ഇവിടെ എടുത്തേക്കണം നമ്മൾ ചാളയാണ്, വേറൊന്നുമില്ല. നല്ല പെടക്കണ ചാള അതേ കലത്തിൽ കിടന്ന് പെടക്കണം. സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് പെടക്കണമാണ്. നല്ല തക്കിട് മുണ്ടൻ ചാളക്കുട്ടന്മാരതേ കലത്തിൽ കിടന്ന് അങ്ങാടും ഇങ്ങാടൊക്കെ ഇട്ട് പെടക്കണുണ്ട്. യുവന്മാരെ ചതമ്പലും കാര്യങ്ങളും കളഞ്ഞാൽ തലയും വെട്ടി ചിറകും വെട്ടിക്കഴിഞ്ഞ് യുവന്മാരുടെ പരിപാടി വേഗം വേഗം കഴിയൂട്ടാ. നല്ല ചൂടൻ ചോറും ചാളക്കറിയാണ് നമ്മൾ പാസ്സാക്കി വിടണേട്ടാ. ചൂടൻ ചോറെന്ന് പറയാൻ പറ്റൂല, ചോറിൻ്റെ ചൂടൊക്കെ ആറി. പക്ഷേ നല്ല കിടിലൻ ചാളക്കറി നല്ല ചൂടോടുകൂടി നമുക്ക് ചോറിൻ്റെ കൂടെ കുഴച്ചങ്ങാട് പിടിക്കുക. അങ്ങനെ ചാളക്കുട്ടന്മാർ ഓരോന്നോരോന്നൊക്കെ ഇട്ട് വെട്ടി 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 ക്ലീൻ ചെയ്തെടുക്കണ ഒരു കാഴ്ച കേട്ടാ. അടുക്കളയിലാണെങ്കിൽ കണ്ണൻ ചേട്ടൻ്റെ ഇവിടെ കറി പാസ്സാക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ്. സവാള പച്ചമുളക് ഇഞ്ചി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വയറ്റി എടുക്കുകയാണ്. പൊടിക്കൂട്ടുകളൊക്കെ ചേർത്ത് തുടങ്ങിയിട്ടാണ്. മീൻ വെട്ടിങ്ങാട് വന്നപ്പോഴേക്കും ഇവിടെ പൊടിക്കൂട്ടുകളെല്ലാം തട്ടി തുടങ്ങി. മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചേർക്കാൻ തുടങ്ങി. മഞ്ഞപ്പൊടി മല്ലിപ്പൊടിയും ചേർത്ത് മുളക് പൊടി ചേർത്തിട്ടില്ല. മുളക് പൊടി ഇനി പുറകെ വരും. അതിന് മുന്നേ നന്നായിട്ട് ഇവിടെ കയ്യിലും കൊണ്ട് അടുക്കി പിടിക്കാണ്ട് ശരിക്കും അങ്ങോട്ട് ഇളക്കി എടുക്കുന്ന ഒരു കാഴ്ച കേട്ടാ. ചാളക്കുട്ടന്മാരുടെ കറി അങ്ങോട്ട് കളറാക്കാൻ വേണ്ടി അത്യാവശ്യത്തിൽ കൂടുതൽ മുളക് പൊടിയൊക്കെ ചേർത്ത് അങ്ങനെ നല്ല രീതിക്ക് അങ്ങോട്ട് ഇളക്കി റെഡിയാക്കി അങ്ങോട്ട് എടുക്കേണ്ട. പൊടിയൊക്കെ നന്നായിട്ടൊന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പച്ചവെള്ളം ചേർക്കൂല, കഞ്ഞിവെള്ളം ചേർത്ത് അങ്ങോട്ട് ചാറാക്കി എടുക്കോട്ടാ. കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടില്ല, നല്ലതുപോലെ ഇതാക്കി പിന്നെ പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് കൊടംപുളി കിട്ടണ നമ്മൾ കറി വെക്കണം. മീൻ കറിയൊക്കെ എപ്പോഴും നമ്മൾ വാളംപുളി കാര്യങ്ങളൊക്കെ അല്ല ഉപയോഗിക്കണത്, വെള്ളത്തിൽ എപ്പോഴും കൊടംപുളിയാണ് ഉപയോഗിക്കണത്. കൊടംപുളി വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ച് അങ്ങോട്ട് ഗ്രേവി പോലെ ആക്കി പിന്നെ അത്യാവശ്യം ഇത്തിരി കൂടി വെള്ളം ചേർത്തൊക്കെ കൊടുത്തിട്ട് നന്നപോലെ അങ്ങോട്ട് ഇളക്കി റെഡിയാക്കി ചാറാക്കി എടുക്കുന്ന ഒരു കാഴ്ചയാണ്. ചാറല്ല, ഇപ്പോൾ ഒരു ഗ്രേവി പോലെ അങ്ങോട്ട് ഒരു കുഴമ്പ് പോലെ ആയിട്ടുള്ളൂ. ഇനി ഇതിനകത്തോട്ട് കുറച്ചും കൂടി വെള്ളവും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം. കണ്ണൻ ചേട്ടനാണെങ്കിൽ നല്ല ക്ഷമയുള്ള ആളായതുകൊണ്ട് പയ്യെ പയ്യെ കറിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുള്ളൂ കേട്ടോ. അത് തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ള ക്ഷമയും കാര്യങ്ങളൊക്കെ പോകും. പിന്നെ ഇനിയിപ്പോൾ അതുപോലെ ഞാൻ പറഞ്ഞ നേരെ കഞ്ഞിവെള്ളം ചേർക്കണതാണ്. കപ്പിൽ നേരെ കഞ്ഞിവെള്ളം കൊടുത്ത് അങ്ങോട്ട് കഞ്ഞി ഒഴിച്ച് അങ്ങോട്ട് കൊടുക്കണം. അത്യാവശ്യം ചാറ് നന്നായിട്ട് വേണം. അപ്പോൾ അതിന് വേണ്ടി നേരെ അങ്ങോട്ട് കഞ്ഞിവെള്ളം അങ്ങോട്ട് ഒഴിച്ച് അങ്ങോട്ട് കലത്തിലോട്ട് കൊടുക്കേണ്ട. നല്ലതുപോലെ ആ പൊടിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒപ്പം കഞ്ഞിവെള്ളത്തിൻ്റെ ഒപ്പം അങ്ങോട്ട് ലയിപ്പിച്ച് അങ്ങോട്ട് എടുക്കുകയാണ്. കയ്യിലുകൊണ്ട് ശരിക്കും അടിയിൽ നിന്ന് അങ്ങോട്ട് ഇളക്കി മറിച്ച് അങ്ങോട്ട് എടുക്കുകയാണ്. ഇനി ഇതിനകത്ത് ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്തിട്ടില്ല. ആവശ്യത്തിന് ഉപ്പും കാര്യങ്ങളും ഇവിടെ തട്ടി അങ്ങോട്ട് എടുത്തിട്ട് നേരെ അങ്ങോട്ട് കൊട്ടി അങ്ങോട്ട് ഇടേണ്ട കറിയിലോട്ട്. മെയിനായിട്ടുള്ള ഐറ്റം നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ. ചാളക്കുട്ടന്മാർ ഇനി വെയിറ്റിംഗ് ആണ്. നല്ലതുപോലെ കഴുകി അവന്മാരെടുക്കണം. നല്ല പച്ച ചാളയാണ്. ഇതിനകത്തോട്ട് അങ്ങനെ കിടന്ന് അങ്ങോട്ട് വെന്ത് കഴിഞ്ഞാണ്ടല്ല അടിപൊളി ഒരു കിടിലൻ ചാളക്കറി നമുക്ക് കഴിക്കാം. നല്ലപോലെ ചാറും കാര്യങ്ങളൊക്കെ റെഡി ആയി. ഒന്ന് മൂടി വെച്ചൊരു 10 മിനിറ്റ് ഒന്ന് കുടുകുടൂന്നും പറഞ്ഞുള്ള ശബ്ദത്തിൽ അങ്ങോട്ട് തിളച്ച് അങ്ങോട്ട് വരണം. അതിനുവേണ്ടി അങ്ങോട്ട് മൂടി വെച്ച് അങ്ങോട്ട് കത്തിക്കണം. നല്ല തീ നല്ല സ്പീഡിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 10 മിനിറ്റ് വെച്ചാൽ നല്ല കുടുകുടൂന്നും പറഞ്ഞ് അങ്ങോട്ട് തിളച്ച് മറിഞ്ഞ് അങ്ങോട്ട് ചാറ് കിടന്ന് ഒരു അടിപൊളി മണം അങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മണത്തിലോട്ട് ഇത്തിരി കറിവേപ്പിലയും കൂടി അങ്ങോട്ട്
പാസ്സാക്കി വിടുകയാണ്. വേപ്പില നേരത്തെ തന്നെ കഴുകിയിട്ട് വെച്ചിട്ടുണ്ടായി. അപ്പോൾ ആ കറിവേപ്പില അങ്ങോട്ട് നേരെ തിളച്ച ചാറിലോട്ട് ഇങ്ങനെ ഒഴിച്ചങ്ങോട്ട് മറിച്ചങ്ങോട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ പച്ച ചാളക്കുട്ടന്മാരെ അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടാ. പിന്നെ അവന്മാരെ നേരെ എടുത്ത് അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് വാരി വെതറി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഓരോ സൈഡിലോട്ടും നല്ല പച്ച ചാള നന്നായിട്ട് കഴുകി പളുങ്ക് പോലെ ഇരിക്കുകയാണ് അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കുകയാണ്. ഓരോ ഗ്യാപ്പിലോട്ടും വാരി വെതറി അങ്ങോട്ട് കട്ടൻ ചേട്ടൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കേണ്ട ചാളക്കുട്ടന്മാരെ. ഇനി ഒമാരൊന്നും അങ്ങോട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ചാളക്കറിയാവും. പിന്നെ നേരെ കയ്യിലുകൊണ്ട് എല്ലാത്തിനും അങ്ങോട്ട് മുക്കി അങ്ങോട്ട് ഇട്ട് ചാറിലോട്ട് മുങ്ങി അങ്ങോട്ട് കിടക്കട്ടെ. പിന്നെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്തൊക്കെ കൊടുക്കേണ്ട ചാളക്കുട്ടന്മാരാ. നന്നായിട്ട് ചാറിൽ അങ്ങോട്ട് മുങ്ങി അങ്ങോട്ട് കിടക്കണം. ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ കറി നല്ല അടിപൊളി കറി അങ്ങോട്ട് സെറ്റായി വരും. പിന്നെയുള്ള ആ ഒരു പരിപാടി കൂടി കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി ഏകദേശം റെഡിയായി. ഇപ്പം തന്നെ ഏകദേശം ഒരു 90% റെഡിയായി. ഒരു 10% കൂടി ഉള്ളൂ. ആ ഒരു 10% കല കൊടുത്ത് അങ്ങനെ നേരെ അങ്ങോട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് റെഡി ആവട്ടെ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല നമ്മുടെ ചാളക്കറി കുടുകുടൂന്നും പറഞ്ഞിങ്ങനെ തിളച്ച് അങ്ങാട് വന്നിട്ടുണ്ട്. അതങ്ങാട് ശരിക്കും ഒന്ന് അങ്ങോട്ട് കറക്കി അങ്ങാട് കാണാൻ ചേട്ടൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ വായിൽ അങ്ങോട്ട് കപ്പൽ ഓടുന്ന ഒരു കാഴ്ച കേട്ടാ. നല്ല കുടുകുടൂന്നും പറഞ്ഞ് ചാളക്കറി ഇങ്ങനെ വെന്ത് വന്നൊരു കാഴ്ചയാണ്. ഇനി ഈ ചാളക്കറിയും ചൂടൻ ചോറും കൂടി അങ്ങോട്ട് കഴിച്ചാൽ മാത്രം മതി. ആ കയ്യിലുകൊണ്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് അങ്ങാടും ഇങ്ങോട്ടൊക്കെ നല്ല രീതിയിൽ ഇളക്കി പിന്നെ കറി അങ്ങോട്ട് ഉപ്പും മുളകൊക്കെ ശരിക്കും അങ്ങ് പിടിക്കാൻ വേണ്ടി കലം മൊത്തമായിട്ട് അങ്ങോട്ട് കറക്കിയൊക്കെ എടുക്കണ ഒരു കാഴ്ച കേട്ടാ. അപ്പോൾ ഈ ഒരു ലെവലിൽ ചാളക്കറിയൊക്കെ കഴിക്കണമെങ്കിൽ ഇതേ ഇവിടെ തന്നെ വന്നം, നമ്മുടെ വള്ളത്തിൽ തന്നെ വന്നോട്ടാ. പിന്നെ ചോറിൻ്റെ കൂടെ എല്ലാവർക്കും എണ്ണം പറഞ്ഞ കഷ്ണങ്ങളല്ല മീനുകളാണ് 4, 5, 6 മീൻ വെച്ച് അങ്ങാട് ഇട്ട് കൊടുക്കണ കാഴ്ചയാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പ്ലേറ്റിലോട്ട് മീൻ അങ്ങ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉണ്ണിച്ചേട്ടൻ വന്ന് ഉണ്ണിച്ചേട്ടനും ഒരു 3-4 കഷ്ണം ചാളക്കുട്ടന്മാരങ്ങാട് ഇട്ട് കൊടുക്കേണ്ട. അതും കഴിഞ്ഞ് ഇതേ നമ്മളും പ്ലേറ്റ് കൊടുക്കണം. ഇപ്പോൾ തന്നെ വായിൽ വെള്ളം വരെയാണ്, നല്ല ചാളക്കരമാണ് ഇങ്ങോട്ട് വരെയാണ്. അപ്പോൾ ഓരോരുത്തരുമായിട്ട് ഇങ്ങനെ പ്ലേറ്റ് ആയിട്ട് വരുമ്പോൾ കണ്ണൻ ചേട്ടൻ ഓരോരുത്തർക്കും എല്ലാവർക്കും തികയണമല്ലോ. ഒരു 5-6 ചാളയൊക്കെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഉണ്ണിച്ചേട്ടൻ ഇവിടെ ചാളക്കറിയൊക്കെ നല്ലപോലെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. വീഡിയോക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ കടൽ കോമൻ്റെ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒരു കുടംപുളിയൊക്കെ എടുത്ത് വായി വെച്ച് ചപ്പിയിട്ട് പിന്നെ നേരെ ആ ചാറിലോട്ട് ആ ചാള കഷ്ണമൊക്കെ അങ്ങോട്ട് കുഴച്ചങ്ങോട്ട് പിടിക്കും. ബെഡല്ല എൻ്റെ പൊന്നു മക്കളെ സ്വർഗം കിട്ടിയ പോലെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയുള്ള കാലത്തോട്ട് വൈകുന്നേരം വരെ അല്ലേ, വൈകുന്നേരം അല്ല ഉച്ചയോടെ എല്ലാ കാഴ്ചകളും കാണുന്നുണ്ട്. വീഡിയോക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നല്ല അടിപൊളി എടുക്കാൻ വേണ്ടിയിട്ട് ടാറ്റാ.